ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ അബുദാബി കോർണിഷ് ഹോട്ടലിൽ ഞാൻ വന്നതും ഈ റൂമിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ റൂമിൻ്റെ ആംബിയൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ കുറച്ച് കാര്യങ്ങളിലൂടെയുണ്ട്. അതായത് ഈ റൂമിൽ നമ്മൾ റൂമിൻ്റെ കൂടെ കിട്ടുന്ന അഡീഷണൽ സർവീസസ്, അതേപോലെ തന്നെ നമ്മുടെ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കിട്ടുന്നത്, ലഞ്ച് എന്താണ് കിട്ടുന്നത്, ഡിന്നർ എന്താണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. നമ്മുടെ റൂം ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. അതുകൊണ്ട് മോർണിംഗ് സൺ കറക്റ്റ് നമ്മുടെ ബെഡിൽ തന്നെ കിട്ടും. രാവിലെ സൺഷൈൻ അടിച്ച് ഉണരാൻ വേണ്ടി ഞാൻ ഇന്നലെ കർട്ടൻ ഒന്നും ക്ലോസ് ചെയ്യാതാണ് കിടന്നത്. അപ്പോൾ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കാർഡുണ്ട്, ഒരു മെനു കാർഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ പോകണം. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ ആൻഡ് അറബിക് ആൻഡ് ഇന്ത്യൻ. നമ്മൾ ഇന്നും ഇന്ത്യൻ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് അറബിക്കിൽ അല്ല ഇൻ്റർനാഷണലിലേക്കൊന്ന് പോവാം. ഞാൻ ഇത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിനി കബാബ്, ചിക്കൻ സോസേജ്, അറബിക് സോസേജ്, ബലാലിത്ത് എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ മിനി കബാബ് സെലക്ട് ചെയ്തു. ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റ്, പാൻ കേക്ക്, പൊറേജ്, കോൺഫ്ലേക്സ്, ഈ 4 ഓപ്ഷനിൽ ഒരെണ്ണമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്തു. അടുത്തത് പൊട്ടറ്റോ ഓപ്ഷനിൽ 2 എണ്ണം ഉണ്ട്. അതിനകത്ത് ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അടുത്ത എഗ് ഓപ്ഷനിൽ ബോയിൽഡ് എഗ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, ഫ്രൈഡ് എഗ് ഉണ്ട്, സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്, എഗ് ഷുക്ക എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്, നമ്മുടെ മുട്ട ചിക്ക് ചെയ്തായിരിക്കാം. എന്നിട്ട് ബീൻസ് ആൻഡ് അറബിക് സൈഡിൽ ഞാൻ ഈ കൂട്ടത്തിൽ ഫലാഫലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഡോർ നോക്ക് ചെയ്തിട്ട് പുറത്തു കൊണ്ട് തന്നു. അപ്പോൾ ഞാനത് കളക്ട് ചെയ്തു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. ഇവരിവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട് ഈ കവറിനകത്ത്. അതായത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും അവർ ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു പാക്കായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 സ്ലൈസ് ഓഫ് ബ്രെഡും പിന്നെ ഒരു ക്രോസൻറ്റും ഉണ്ട്. പിന്നെ ഒരു ഓറഞ്ച് തന്നിട്ടുണ്ട്, ഒരു മിൽക്ക് തന്നിട്ടുണ്ട്. ഒരു മിൽക്ക് അല്ലെങ്കിൽ ജ്യൂസാണ്, അപ്പോൾ മിൽക്കാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബട്ടർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫലാഫൽ. ആൻഡ് ഇത് മിനി കബാബ്. കബാബ് നോർമലി വലുതാണ്, ഇത് മിനി കബാബ്. പിന്നെ ഇതായിരിക്കാം നമ്മൾ പറഞ്ഞ ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ എന്ന് പറയുന്ന ഐറ്റം ഇതായിരിക്കാം. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ്, പാൻ കേക്ക് പോലെ ചെറിയ ഐറ്റം. ഇതാണ് സ്ക്രാമ്പിൾഡ് എഗ്ഗ്, നമ്മുടെ മുട്ട ചെക്ക് ചെയ്ത്. ഇത് നമ്മുടെ ഫലാഫൽ നമ്മുടെ സെയിം പരിപ്പുവട പോലെ തന്നെ. ഈ പരിപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പാലൊക്കെ തോന്നുന്നു എന്തോ ഒരു ഇല ഇട്ടിട്ടുണ്ട്, അതെല്ലാം അവിടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇത് ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ എന്ന് പറയുന്ന ഐറ്റമാണ്. ഇതൊന്നുമില്ല, നമ്മുടെ സാധാരണ കിഴങ്ങ് പുഴുങ്ങിയിട്ട് മാഷ് ചെയ്യും, നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അത് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് മുട്ടയിൽ മുക്കി വെച്ചിട്ട് അത് പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ നോർമലി ബോംബെ ടോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ പെപ്പർ ഞാനിപ്പോൾ മുട്ടയുടെ മുകളിലേക്കൊക്കെ ഇട്ട്, മുട്ട നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇപ്പോൾ. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറേ ഫ്രൈഡ് ഐറ്റംസും അതുപോലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്നും രാവിലെ കഴിച്ച് പരിചയമില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെ കഴിച്ച് പരിചയമില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് വേണ്ട പോലെയൊക്കെ ജസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 2 എണ്ണം വാഷ് ചെയ്യാൻ കൊടുക്കാം, 2 പീസ് വാഷ് ചെയ്യാൻ കൊടുക്കാം. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഒരു പാൻറ്റും ഒരു ടീഷർട്ടും വാഷ് ചെയ്യാൻ കൊടുത്തിരുന്നു. അത് വന്ന വരവാണ്. നോക്കിയേ, ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ സൂട്ടൊക്കെ വന്ന പോലെ ഉണ്ട്. ഈ ഒരു കവറിനകത്ത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അവർ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രീ ആണ്. അതായത് നമ്മുടെ റൂമിൻ്റെ സർവീസിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി ഉള്ള സർവീസാണ്. അപ്പോൾ നമ്മൾ ഫ്രീ അല്ലായിരുന്നെങ്കിൽ ഇത് എത്ര റേറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ടീഷർട്ട് ലോണ്ട്രി ചെയ്യുന്നതിന് 22 ദിർഹമാണ്, അതായത് 440 രൂപയാണ് ഇന്ത്യൻ റുപ്പി. അതുപോലെ പൈജാമ, അതായത് എൻ്റെ പാൻറ്റ് 32, 640 രൂപ. ഏകദേശം ഒരു 1000 രൂപയുടെ വാഷിംഗ് ആണ് 2 എണ്ണം, 2 തുണി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് 5 സ്റ്റാർ ഹോട്ടലിലെ റേറ്റാണ് അവർ ഈ വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു മിനിമം റേറ്റ് ഉണ്ടാവും. ടാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഹൈ റേറ്റ്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇവിടെ ലഞ്ചിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 3:30 വരെയാണ്. ഇപ്പം ഏകദേശം 2 മണിയാവുന്നു. അപ്പോൾ നമുക്ക് ലഞ്ച് ഓർഡർ ചെയ്യാം. ഇതാണ് നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ഉള്ള നമ്മുടെ മെനു. ഇതിൽ നിന്നും 5 ഫുഡാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. ഓരോ സെറ്റിൽ നിന്നും ഓരോ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ അങ്ങനെ ഓരോന്നിന്നും സെലക്ട് ചെയ്തിട്ട് മൊത്തം 5 എണ്ണമാണ് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മെയിൻ കോഴ്സിൽ നിന്ന് ചിക്കൻ ബ്രസ്റ്റ്, ബട്ടർ ഫ്രൈഡ് ഫിഷ്, ബീഫ് ലസാഗ്ന, ഐറിഷ് സ്റ്റൂ, ക്ലബ് സാൻഡ്വിച്ച്, അതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി. ഞാൻ ഫിഷ് ബിരിയാണി ചൂസ് ചെയ്തു.
അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഡിഷ്, വെജിറ്റേറിയൻ ഡിഷ്, ദാൽ ഓഫ് ദി ഡേ, ഇതിൽ നമ്മൾ അവരെ വിളിച്ച് ചോദിക്കണം ഇതിൽ എന്താണ് ഇന്നത്തെ ഡിഷ് എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി വെജിറ്റബിൾ ഓപ്ഷനകത്തു നിന്നും ഫ്രഞ്ച് ഫ്രൈസ്, റോസ്റ്റ് പൊട്ടറ്റോ, അതിനകത്ത് ഞാൻ സ്റ്റീംഡ് വെജിറ്റബിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ റൈസ് ആൻഡ് പാസ്ത ഓപ്ഷനകത്ത് പാസ്ത, വെജിറ്റബിൾ നൂഡിൽസ്, ബിരിയാണി, വൈറ്റ് റൈസ്, ഫ്രൈഡ് റൈസ്, ഈര പുലാവ്, ചപ്പാത്തി, നമുക്ക് വെജിറ്റബിൾ നൂഡിൽസ് പറയാം. ഇനിയും സോസ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ലെമൺ ബട്ടർ സോസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഈ 5 എണ്ണത്തിൻ്റെ കൂടാതെ ഇന്ന് നമുക്ക് സൂപ്പും സാലഡും സ്വീറ്റ് ഓഫ് ദി ഡേ, ഇന്ന് എന്താണ് അവരുടെ സ്വീറ്റ് അതും തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കാം എന്താണ് ലഞ്ചെന്ന്. ഫിഷ് ബിരിയാണി ആൻഡ് വെജിറ്റബിൾ നൂഡിൽസ് ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ വെജിറ്റബിൾസ് ഉണ്ട്, സ്റ്റീംഡ് വെജിറ്റബിൾസ്. ഇത് ഇന്നത്തെ സ്വീറ്റ് ഓഫ് ദി ഡേ കേക്കാണ്. പിന്നെ ഒരു സോസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് സൂപ്പാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് സാലഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നമുക്കപ്പോൾ കഴിക്കാം. കണ്ടോ, ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതാണ് ബിരിയാണി. അപ്പോൾ അമൂറാണ് ഫിഷ്. അമൂർ എന്ന് പറയുമ്പോൾ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ്, വളരെ സോഫ്റ്റാണ്. ഓക്കെ, ഉണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള 3 വലിയ പീസ് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് അബുദാബിയുടെ കോർണിഷ് ഏരിയയിലുള്ള ഒരു പാർക്കാണ്. ധാരാളം ഈത്തപ്പനകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത ഒരു പാർക്കാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ദൂരെ നമുക്കൊരു ഫൗണ്ടൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ട് കാണുന്നുണ്ട്. അവിടെ ഒത്തിരി പേര് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് മാറി കുട്ടികളിരിക്കുന്നു, അതുപോലെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നു. അതുപോലെ നമുക്ക് എന്താ പറയുക, ഫാമിലിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒരുമിച്ചിരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ ജോഗിങ് ചെയ്യാനും സൈക്ലിങ് ചെയ്യാനും അതുപോലെ നടക്കാനും ഫാമിലിയോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു 4 മണി സമയത്ത് എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ പോലെയാണോ? നാട്ടിൽ നമ്മൾ കാണുന്നിടത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാറ് ഇടിച്ച് കയറ്റി പാർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അതായത് കാർ പാർക്ക് ചെയ്യാൻ അവിടെ അവർ സ്ലോട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ സ്ലോട്ടിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സ്ലോട്ടിലല്ലാതെ പുറത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫൈൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ അബുദാബി ഗവൺമെൻറ് ഈ പാർക്കിങ്ങിന് കിട്ടുന്ന പൈസ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് വാക്ക് വേസ് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലുള്ള പല കാര്യങ്ങൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പൈസയൊക്കെ യൂസ് ചെയ്യുന്നത്. UAE-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് പോലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ജസ്റ്റ് റോഡ് ഡ്രൈവ് ചെയ്താൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ല. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ കൂടി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് പാസ്സാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിന്നർ മീൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ സാൻഡ്വിച്ച്, ഇന്നത്തെ സ്വീറ്റ് ഓഫ് ദി ഡേ, ഇതാണ് നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച്. ഇത് ഡബിൾ ഡെക്കറായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് മുകളിൽ ഓംലെറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, താഴെ വെജിറ്റബിൾസ് ഉണ്ട്, ചീസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അതിൻ്റെ പേര് പോലെ തന്നെ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു ക്ലബ് സാൻഡ്വിച്ച്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ആകെയുള്ള ടൈം പാസ്സായിട്ട് നമുക്കുള്ളത് ഒരു TV ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉണ്ട്. ഇത് രണ്ടേ ഉള്ളൂ ആക്ച്വലി ഇവിടെ ടൈം പാസ് എന്ന് പറയാം. പിന്നെ ഉള്ള സമയത്ത് പുറത്തോട്ട് നോക്കിയിരിക്കും. ഇവിടെ TV-യിലാണെങ്കിൽ തന്നെ സ്മാർട്ട് TV ആണ്. ഇത് ജസ്റ്റ് ഇവരുടെ കോർണിഷ് ഹോട്ടലിൻ്റെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. ജസ്റ്റ് എക്സ്പ്ലോർ വെദർ ആൻഡ് ഫ്ലൈറ്റ്, അബുദാബിയിൽ വന്ന് ഇറങ്ങുന്ന ഏത് രാജ്യത്തും ഇവിടെ വന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഈ റൂമിലെ ഫുഡും സർവീസസും എല്ലാം. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.